ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഗായ്സ്, നമ്മളിന്ന് വെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കൂടെ ഉണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മൾ വെയിൽസിലെത്തി. ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മെയിൻ വെയിൽസിലേക്കല്ല നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന നോർത്ത് വെയിൽസ് ആണ്. ആക്ച്വലി ഇവിടെ സൗത്ത് വെയിൽസും ഉണ്ട്, നോർത്ത് വെയിൽസും ഉണ്ട്. ഗായ്സ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ലാൻഡിഡ്നോ എന്നാണ്. ആക്ച്വലി ഈ സ്ഥലം കടലിൻ്റെ അടുത്താണ്. മാത്രമല്ല ഇതൊരു ബീച്ചും കൂടിയാണ്. ആക്ച്വലി ഈ ഭാഗത്തൊന്നും അധികം ആൾക്കാരില്ല, പക്ഷേ അങ്ങറ്റത്ത് നമുക്ക് കാണാൻ കുറേ ആൾക്കാരുണ്ട്. ആക്ച്വലി എനിക്ക് ഈ ഭാഗം കണ്ടപ്പോൾ യൂറോപ്പിൻ്റെ ഒരു സ്റ്റൈലാണ്, കാരണം ഈ ബിൽഡിങ്സ് എല്ലാം അതുപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ അങ്ങറ്റത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഈ വിൻഡ് മിൽസ് കാണാൻ പറ്റും, അവിടെ കുറേ ഉണ്ട്. പിന്നെ നമുക്കിനിയിപ്പം അടുത്ത് പോകുന്നത് ട്രാമിൽ കയറാനായിട്ടാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ അങ്ങറ്റം വരെ ഉണ്ട്. ഇങ്ങനെ നീണ്ടിരിക്കുന്നൊരു സ്ഥലമാണിത്. ഇതിപ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലം ഇച്ചിരി കയറ്റത്തിലാണ്. ഇതാണ്ട് ആ കാണുന്നതാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് ട്രാം വരുന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്നൊരു കുത്തി കയറ്റാൻ തോന്നുന്നു ആണെന്നാണ് പറയുന്നത് കേട്ടത്. സോ ഗൈസ്, ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഇപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഗൈസ്, ഈ കാണുന്ന ട്രാമിലാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ ഈ ട്രാമിൻ്റെ അകത്താണെങ്കിലും കുറേ പേർ കയറാൻ പറ്റത്തില്ല. ഒരു മിനിമം ഇത്ര ആൾക്കാരുണ്ട്. അപ്പം ഇപ്പം നമ്മൾ കുറച്ച് പേരിപ്പോൾ കയറി, ബാക്കി പകുതി പേരിന് അടുത്ത ട്രാമിലായിരിക്കും വരുന്നത്. ആക്ച്വലി നമ്മൾ പോകുന്നിടത്തൂടെ നമുക്ക് വണ്ടിക്കാണെങ്കിലും പോകാം. പിന്നെ ഇപ്പോൾ വണ്ടി ഇല്ലാത്തവർക്ക് ഇങ്ങനെ ട്രാമിലും പോകാം. അങ്ങനെയാണ്. ഇതിപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ ഇരിക്കുന്ന സീറ്റ് ഇച്ചിരി തിരിഞ്ഞാണ്. അതായത് ഓപ്പോസിറ്റിൽ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നേരം കാണിക്കാമെന്ന് വെച്ചാൽ ഇതിപ്പം ഞാൻ ഇരിക്കുന്ന ഭാഗം ഇച്ചിരി ഡിഫിക്കൽറ്റാണ് ഇത് കാണിക്കാനായിട്ട്. പിന്നെ അതുപോലെ ഈ കട്ടകളൊക്കെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഒരു വീടിൻ്റെ ഇതാണ്, മതിലാണ് ഇതിന്. ഇത് കണ്ടോ, ആക്ച്വലി കുറേ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ആക്ച്വലി ഇപ്പം നമ്മളീ പോകുന്ന ഈ റെയിലിൻ്റെ ഭാഗം ഒരു റോഡും കൂടിയാണ്, കാരണം ഇവിടെ താമസിക്കുന്നവർക്ക് താഴോട്ട് വരാനായിട്ടൊക്കെ ആയിട്ട് റോഡും കൂടിയാണിത്. ഇതൊക്കെ ആക്ച്വലി കാണുന്ന രസമുള്ള സ്ഥലങ്ങളാണിത്. മാത്രമല്ല ഇവിടെ ഇപ്പം കുറേ ആടുകളും ഇതുണ്ട്, ആടുകളും അങ്ങനെ കുറേ ഇതുണ്ട്. ആക്ച്വലി ഇവിടെ ഈ വേലിയൊക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ആടുകളൊക്കെ പുറത്തോട്ട് കിടക്കാതിരിക്കാനായിട്ട് അങ്ങനെയാണ് ഇത് വെച്ചിരിക്കുന്നത് ഇവിടെ. അത് ആക്ച്വലി നമ്മൾ വരുന്ന വഴിക്ക് കുറേ എണ്ണം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്നത് കണ്ടേ, അവിടെ നമ്മൾ വന്നത്. ഇത് ആക്ച്വലി ഇങ്ങനെ പരന്നു കിടക്കുന്ന ഇതൊരു സർക്കിൾ ഷേപ്പിലായിട്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇന്നിപ്പോൾ ആക്ച്വലി നല്ല വെയിലാണ് ഇപ്പോൾ ഇവിടെ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ കുറച്ച് ഒരു മഴയും ഒരു ചെറിയ കാർമേഘമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, അവിടെ കേബിൾ കാർ ഉണ്ട്. ആക്ച്വലി നമ്മൾ അതിൻ്റെ കൂടെ കയറിയാലോ എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ കയറുന്ന സമയത്ത് തന്നെയാണെങ്കിൽ അവിടെ ഒരു പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു, അതായത് മേളിൽ നമ്മൾ തന്നെ പൈസയായിട്ട് അവിടെ ക്യാഷാണ് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ഇപ്പോൾ കാർഡേ ഉള്ളൂ, അറിയത്തില്ല, നോക്കണം എന്തായാലും. ഗൈസ്, നമ്മുടെ ട്രാം ഇവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട്, കാരണം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു ചേഞ്ച് ഉണ്ട്. വേറെ ട്രാമിലാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത്. സോ ഇനിയിപ്പോൾ അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പോൾ ഇവിടെ. ഗൈസ്, സോറി, അവിടെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എനിക്കത് കാണിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് ട്രാം കയറി ഇപ്പം നമ്മൾ പയ്യെ നീങ്ങി തുടങ്ങി. ഇതുകൊണ്ടോ, ഇത് ആക്ച്വലി കാണാനൊരു രസമുണ്ട്. ആക്ച്വലി ഇങ്ങനത്തെ ഒരു സ്ഥലം ഞങ്ങൾ നോർത്ത് അയർലൻഡ് പോയപ്പം അവിടെ കണ്ടായിരുന്നു, പക്ഷേ അത് ഏതാണെന്ന് ഓർക്കുന്നില്ല ഇനി. പക്ഷേ ഇത് കാണാൻ രസമുണ്ട്. ആക്ച്വലി ഈ വെയിൽസിൽ കുറേ നേച്ചർ ബ്യൂട്ടി ഉണ്ട്. എന്തായാലും നമ്മൾ എത്താറായി. അങ്ങനെ നമ്മൾ മേളിലെത്തി. ആക്ച്വലി ഇതാണ് നമ്മൾ താഴെ വെച്ച് നമ്മൾ കണ്ട ആ മേലത്തെ ടോപ്പ്. ഇവിടെ നിന്നായിരുന്നു കുറേ പേരിങ്ങനെ
കേബിൾ കാറിലൊക്കെ വരുന്ന കണ്ടത്.